തെരുവുനായ ആക്രമണം സ്വമേധയാ ഇടപെട്ട് സുപ്രീം കോടതി. തെരുവുനായ ആക്രമണങ്ങൾ അങ്ങേയറ്റം അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട്. കുട്ടികളും പ്രായമായവരുമാണ് കൂടുതലും ഇരകൾ ആകുന്നതെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. തെരുവുനായ ആക്രമണങ്ങളിൽ സുപ്രീം കോടതി സ്വമേധയാ ഹർജി സ്വീകരിച്ചിട്ടുണ്ട്. എസ് നന്ദഗോപൻ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. നന്ദൻ, ഏറെ രാജ്യത്തൊട്ടാകെ തെരുവുനായ ആക്രമണത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അതിൽ സുപ്രീം കോടതി നേരിട്ട് ഇടപെട്ടിരിക്കുകയാണ്. മറ്റ് വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ എന്തൊക്കെയാണ്? ദേവിക, 2023 കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പുതിയ നിയമങ്ങൾക്കനുസൃതമായിട്ട് ഈ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുമെന്നുള്ളതാണ് സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. നൂറുകണക്കിന് ഹർജികൾ വിവിധ സംസ്ഥാനങ്ങൾ നൽകിയതടക്കം നൂറുകണക്കിന് ഹർജികൾ ഈ തെരുവുനായ വിഷയവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയുടെ പരിഗണനയിലുണ്ട്. ഇത് കണക്കുകൂട്ടിക്കൊണ്ടാണ് ഈ തെരുവുനായ പ്രശ്നത്തിൽ സ്വമേധയാ സുപ്രീം കോടതി ഇടപെട്ടത്. തെരുവുനായ ആക്രമണങ്ങൾ അങ്ങേയറ്റം അസ്വസ്ഥപ്പെടുത്തുന്നു എന്ന് സുപ്രീം കോടതി പറയുകയുണ്ടായി. മാത്രമല്ല, തെരുവുനായ ആക്രമണങ്ങളിൽ കുട്ടികളും പ്രായമായവരുമാണ് ഈ കൂടുതലായും ഇരകളാകുന്നതെന്ന് കോടതി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. തെരുവുനായ ശല്യം രൂക്ഷമായതിനെ തുടർന്ന് 2002 സുപ്രീം കോടതി ജസ്റ്റിസ് സി സിരഗജനെ കമ്മീഷനായി നിയോഗിച്ചുകൊണ്ട് ഒരു പ്രത്യേക കമ്മീഷൻ നിയോഗിച്ചിരുന്നു. ഈ കമ്മീഷൻ തെരുവുനായകളുടെ ക്രിയേറ്റവർക്ക് നഷ്ടപരിഹാരം നൽകുന്നതിനെ കുറിച്ചും മറ്റും പഠനം നടത്തിയിരുന്നു. ഇതിനു പുറമെ തെരുവുനായയുടെ ആക്രമണങ്ങൾ തടയുന്നതിനായി അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജികളും സുപ്രീം കോടതിയുടെ പരിഗണനയിൽ നിൽക്കുന്ന ഈ ഒരു പശ്ചാത്തലത്തിൽ ഇപ്പോൾ ഈ തെരുവുനായ വിഷയത്തിൽ സ്വമേധയാ സുപ്രീം കോടതി ഇടപെട്ടിരിക്കുകയാണ്. ദേവിക. ശരി, നന്ദി.